ദേവീപുരം, ഗായത്രിയുടെ നാട്. ഹലോ, സേതു അല്ലേ? ദേവി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നന്ദു? അതെ അതെ, വാ പോവാം. സുരാലേ വരിഷ്ഠം ത്രിലോകേ വരിഷ്ഠം ഗുരുണാം ഗരിഷ്ഠം സ്വരൂപൈകനിഷ്ഠം അതാണ് ഗായത്രിയുടെ ഏട്ടനും കൂട്ടുകാരും. വീരവീരം ഭവാം ബോധിതേരം. ഇരുട്ടുന്നേരം ആരെയും കണ്ടുപെടണ്ട, നമുക്ക് മാറിക്കാം. വാ. സേതുവിന് ഗായത്രിയായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചേ, പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ കോളേജിൽ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ. ജാതിയുടെ പേരിൽ നമ്മുടെ കാര്യം വീട്ടിലൊരിക്കലും സമ്മതിക്കും തോന്നുന്നില്ല. പിന്നെ ശ്രീദേവി ചേച്ചി അലിഖാന്റെ കൂടെ പോയ പോലെ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. ആരാ ഈ ശ്രീദേവി അലിക്കും? എൻ്റെ അമ്മാവിൻ്റെ മോളാ ശ്രീദേവി. അലീക്ക അവിടുത്തെ ഉസ്താദിന്റെ മോള്. അവര് തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. നമസ്കാരം. അവനെ നോക്കണ്ട, അവൻ നമ്മുടെ അധിപട്ടത്. ഞങ്ങളുടെ റോട്ടിലെ കുട്ടീനെ തന്നെ വേണോടാ. നായേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, ശ്രീദേവി ചേച്ചി പോയ പോലെ. ആടാ വിടാം, അവര് പോയിടത്തേക്ക് തന്നെ നിന്നെ വിടാം. അവരെവിടെയും പോയിട്ടില്ല. ഇതാ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട്. അവരെ പോലും ഞാൻ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല, പിന്നെ എന്റെ സ്വന്തം ചോരനെ.